ദൈവനാമത്തിന് മാത്രം ഉണ്ടാവട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ ഇന്ന് ഒരു സ്പെഷ്യൽ പ്രത്യേകതയുള്ള ഞായറാഴ്ച സഭായോഗമാണ്. 25ാമത് വാർഷിക ആഘോഷിക്കുന്ന ഒരു ദിവസമാണ്. എന്നാൽ ദൈവത്തിന് നന്ദി കരയറ്റിക്കൊണ്ട് ആ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ തന്നെ അതിന് മുന്നോടിയായിട്ട് നമ്മളെയൊക്കെ സഭയിലേക്ക് ചേർത്തത്, നമ്മളൊക്കെ സഭയിലാകുവാൻ ഇടയായത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവം നിവർത്തിച്ച ഒരു വലിയ രക്ഷാ പദ്ധതിയുടെ ഭാഗമായി തീർന്നതുകൊണ്ടാണ്. അത് നമ്മൾ വിശ്വസിച്ച് ഏറ്റെടുത്ത് നമ്മുടെ രക്ഷ അനുഭവിച്ചത് കൊണ്ടാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്ഷിതാവ് എന്നുള്ള രീതിയിൽ സ്വീകരിച്ച് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് അവിടുന്ന് യാഗമായി തീർന്നെന്നുള്ളത് ഹൃദയപൂർവ്വം വിശ്വസിച്ചത് ഏറ്റെടുക്കുകയും അതിന്റെ ഫലമായിട്ട് കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ ചൊരിഞ്ഞ രക്തത്താൽ നമ്മളുടെ പാപങ്ങൾ കഴുകപ്പെട്ട് നമ്മൾ ശുദ്ധീകരണം പ്രാപിച്ച് അങ്ങനെ നമ്മൾ വചനത്തിൽ പറയുന്ന പോലെ നമ്മൾ സഭയോട് ചേരുകയാണ് ഉണ്ടായത്. അതാണ് നമ്മളെ ഒന്നിച്ചാക്കിയത്. അങ്ങനെ ചേർന്ന നമ്മൾ സഭയായി കൂടി വരുവാനായിട്ട് ആലപ്പുഴയിൽ നമുക്ക് 25 വർഷമായി എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഓർക്കേണ്ടത് നമുക്ക് ലഭിച്ച ആ ഒരു രക്ഷയാണ്. രക്ഷ നമുക്ക് അതാണ് നമ്മൾ ഓർക്കേണ്ടത്. നമുക്ക് ലഭിച്ച ആ രക്ഷയാണ് ഓർക്കേണ്ടത്. അത് ഓർക്കുന്ന ഒരു ശുശ്രൂഷയാണ് കർത്തൃമേശ ശുശ്രൂഷ. അപ്പോഴാണ് വാസ്തവത്തിൽ നമ്മൾ യഥാർത്ഥ സഭയിലാകണോ എന്ന് ഉറപ്പാക്കുമ്പോൾ ആദ്യം നമ്മുടെ രക്ഷയെ നമുക്ക് ഉറപ്പാക്കണം. രക്ഷയെ ഉറപ്പാക്കിക്കൊണ്ട് നമുക്ക് അതിനായി നമുക്ക് ഈ ശുശ്രൂഷയിൽ ഉറപ്പാക്കിക്കൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാം. ഈ ശുശ്രൂഷ രക്ഷാ പദ്ധതിയാണെന്നുള്ള ഓർത്തുകൊണ്ട് നമുക്ക് ആ ഓർമ്മയെ പുതുക്കാം. അതുകൊണ്ട് ഗൗരവത്തോടെ അപ്പോൾ ഗൗരവത്തോടെ ഇതിൽ പങ്കെടുക്കുമ്പോൾ തന്നെ ദൈവത്തിന് പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിന്റെ ഒരു കൽപ്പനയുണ്ട്. ഈ ശുശ്രൂഷ എപ്പോൾ ചെയ്യുമ്പോഴും നിങ്ങൾ അത് യോഗ്യതയോടെ ചെയ്യണം. ആ യോഗ്യതയോടെ ചെയ്യണമെന്ന് പറയുമ്പോൾ ആ യോഗ്യത എങ്ങനെയാണ് ഉണ്ടാകുന്നത്? യോഗ്യത ഉണ്ടാകുന്നത് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നമ്മളെ തന്നെ പരിശോധിച്ചുകൊണ്ട് നമ്മുടെ കുറവുകളെ ഒരിക്കൽ കൂടെ ദൈവസേനയിൽ ഏറ്റു പറഞ്ഞ അനുതാപത്തോടെ ഏറ്റു പറഞ്ഞ ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് അങ്ങനെയാണ് നമ്മൾ ആ യോഗ്യത പ്രാപിക്കുന്നത്. അങ്ങനെ ഒരു യോഗ്യതയോടുകൂടി വേണം നമ്മൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനെന്നും ദൈവവചനം നമ്മളോട് കൽപ്പനയായി പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ഈ കാലം ദൈവവചനത്തിൽ നിന്ന് നമുക്ക് നമ്മളെ ഒന്ന് പരിശോധിക്കുവാനായിട്ട് ചില വചനങ്ങളിലൂടെ കടന്നു പോകാം. ഇന്നലെ നമ്മൾ ഉപവാസ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മൾ കൂടി വന്നപ്പോൾ നമ്മൾ സാധാരണയുള്ള പോലെ നമ്മൾ സാക്രമെന്റ് ഒരു സന്ദേശം കേട്ടപ്പോൾ അത് ഒരു ദൈവിക സഭ എങ്ങനെ പണിയണമെന്നുള്ള ഒരു ടൈറ്റിലുള്ള ഒരു മെസ്സേജായിരുന്നു നമ്മൾ കേട്ടത്. ആ മെസ്സേജിന്റെ ഇടയിൽ നമ്മളിങ്ങനെ കേൾക്കുകയുണ്ടായി. ഒരു സഭ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ബ്രദർ ഒരു തുടക്കത്തിൽ തന്നെ ആദ്യം തന്നെ പറഞ്ഞ ഒരു കാര്യമാണ്. അതിനെ നമുക്ക് ഈ പഴയ നിയമത്തിലെ ഇസ്രായേൽ മക്കളുടെ സമാഗമന കൂടാരത്തോട് താരതമ്യം ചെയ്യാമെന്ന് പറഞ്ഞു. സമാഗമന കൂടാരം എന്ന് പറയുന്നത് കാഴ്ചയിൽ ഒരു ഭംഗിയുള്ള ഒരു കാര്യമായിരുന്നില്ല. അതിന്റെ പടമൊക്കെ പലരും കണ്ടിട്ടുണ്ടാവും. അത് സാധാരണ ഉള്ള പോലെ അന്നത്തെ കാലത്തുണ്ടായിരുന്ന ഒരു കൂടാരം, അല്ലെ എന്താ പറയുന്നത്, ഇംഗ്ലീഷ് പറയാൻ ടെന്റ് അല്ലേ, ഒരു കൂടാരം ഇങ്ങനെ വലിച്ചു കെട്ടിയ ഒരു സാധനമായിരുന്നത്. അതിന് പ്രത്യേകതകളൊന്നും പുറമെ നോക്കിയാൽ ഒന്നുമില്ല. ഒരു പ്രത്യേകതകളും ഇല്ലാത്ത ഒരു കൂടാരം മാത്രമായിരുന്നു. പക്ഷേ അതിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്താണ്? അതിന്റെ അതിവിശുദ്ധ സ്ഥലത്ത് ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ അഗ്നി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിനെ മറ്റു കൂടാരങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. പുറമേ നിന്ന് കണ്ടാലും യാതൊരു പ്രത്യേകതയും ഇല്ലാത്ത, കാഴ്ചക്കൊട്ടും ആകർഷണമില്ലാത്ത, ഒരു ആകർഷണതയും ഇല്ലാത്ത ഒരു കൂടാരം മാത്രം, ഒരു ടെന്റ് പോലെ ഒരു സാധനമാണ്. പക്ഷെ അതിനെ വ്യത്യസ്തമാക്കി ഇസ്രായേൽ ജനം അതിനെ അവരുടെ സമാഗമന കൂടാരം അവർക്ക് അതിനൊരു പ്രത്യേകതയും പ്രാധാന്യമുള്ളതായി മാറിയത് അതിൻ്റെ ഉള്ളിൽ, അതിൻ്റെ ഒരു ഭാഗത്ത്, അതിൻ്റെ ഒരു ഉള്ളിൽ, അവിടെ ഒരു പ്രത്യേക സ്ഥലത്ത് അവിടെ എന്തുണ്ടായിരുന്നു? ദൈവത്തിന്റെ പ്രസൻസ്, സാന്നിധ്യം ഉണ്ടായിരുന്നു. അവിടെ അഗ്നി, ദൈവത്തിന്റെ അഗ്നി അവിടെ ഉണ്ടായിരുന്നു. അതാണ് അതിനെ വ്യത്യസ്തമാക്കിയത്. അതുപോലെ യഥാർത്ഥമായിട്ടുള്ള ദൈവത്തിന്റെ സഭയെ വ്യത്യസ്തമാക്കുന്നത് ഒരു കെട്ടിടമോ മാനുഷ്യമായിട്ടുള്ള മറ്റൊന്നോ അല്ല. നമുക്ക് എത്ര ആളുകൾ കൂടുന്നു എന്നുള്ളതുമല്ല, നല്ല കെട്ടിടം ഉണ്ടായി എന്നുള്ളതല്ല. നമുക്ക് കെട്ടിടം പണിയുന്നുള്ളതുകൊണ്ടാണ് ഞാൻ തിരിച്ചു പറയുന്നത്. നല്ല കെട്ടിടം ഉണ്ടായതുകൊണ്ട് ഇതിനേക്കാളും കുറച്ചുകൂടെ സൗകര്യത്തോടുകൂടി ഇരിക്കാൻ പറ്റുന്നു എന്നുള്ളത് കൊണ്ടും യഥാർത്ഥമായിട്ടുള്ള ഒരു ദൈവസഭയാകുന്നില്ല. അവിടെ സഭയാകണമെങ്കിൽ എവിടെയായിരുന്നാലും നമ്മൾ കൂടി വരുമ്പോൾ അവിടെ ഒരു സഭ ഉണ്ടാകണമെങ്കിൽ, സഭ യഥാർത്ഥമായിട്ട് ദൈവഹിത പ്രകാരമുള്ള പുതിയ നിയമസഭയാകണമെങ്കിൽ അവിടെ എന്തുണ്ടാകണം? അവിടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രസൻസ് അഗ്നിയായിട്ട്, ദൈവത്തിന്റെ ആത്മാവായി, ദൈവത്തിന്റെ ആത്മാവിന്റെ നിറവായി, യേശുവിന്റെ ജീവനായിട്ട് അവിടെ ഉണ്ടാകണം. അവിടെയാണ് എന്ത്? യഥാർത്ഥമായ സഭ. അതുകൊണ്ട് നമുക്ക് പരിശോധിക്കാം, നമ്മളായിരിക്കുന്നത്, നമ്മൾ വീണ്ടും ജനിച്ച ദൈവമക്കളായി തീർന്നപ്പോൾ സഭയിലാണോ എന്നുള്ളത് പരിശോധിക്കുവാൻ കൊണ്ട് നമുക്ക് നോക്കാം. യഥാർത്ഥമായിട്ടും
ആണോ എന്ന് പരിശോധിക്കുവാൻ തക്ക ദൈവവചനത്തിൽ നിന്ന് നമുക്ക് ചില കാര്യങ്ങൾ നോക്കാം. ഒന്നാമത് നമ്മൾ പരിശോധിക്കേണ്ടത് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവസാന്നിധ്യം ഉണ്ടോ എന്നുള്ളതാണ്. ദൈവസാന്നിധ്യം എവിടെയാണുള്ളത് എന്നുള്ളത് ദൈവവചനത്തിൽ പറയുന്നുണ്ട്. വളരെ 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 സിമ്പിൾ ആയിട്ടൊരു വാചകത്തിലാണ് കർത്താവ് അത് പറഞ്ഞത്. കർത്താവ് പറഞ്ഞു, 2-3 പേർ. വളരെ ലളിതമായ ഒരു വാക്യം അത്. 2-3 പേർ. അത് വായിച്ച മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 19 18-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം, 19-20 വാക്യം. 19-20 വാക്യം. 19 പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചാണ്. 20 ശരി, 20. ഞാൻ വായിച്ചത് 20, ഞാൻ പറഞ്ഞത്. 19 വായിച്ചോ, 19 വായിച്ചോ. ആ 20 ശ്രദ്ധിച്ച് വായിക്കേണ്ടത്. 20 നമ്മൾ പറഞ്ഞ കാര്യം. 2-3 പേർ 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തെല്ലാം അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. ഇങ്ങനെയാണ് എൻ്റെ ട്രാൻസ്ലേഷൻ്റെ. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തെല്ലാം അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. ഇത് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു സംശയം തോന്നാം. സംശയമല്ല, ശരിക്കും നമ്മളൊന്ന് ഓർത്ത് നോക്കിയേ. എവിടെയെങ്കിലും കർത്താവിന്റെ നാമത്തിൽ കൂടി വരുന്നു എന്നുള്ളത് കേവലം കർത്താവിന്റെ നാമത്തിൽ കൂടി വരാനായിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഒരു പേര് എഴുതി വെച്ചാൽ മതി, അല്ലേ? ഇത് ഇവിടെ ക്രിസ്ത്യാനികളുടെ സഭ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ചർച്ച് എന്ന് എഴുതി വെച്ചാൽ കർത്താവിന്റെ നാമമായി, അല്ലേ? കർത്താവിന്റെ നാമത്തിൽ കൂടി വരുന്ന ഒരു കൂട്ടമായി. പക്ഷെ അവിടെ എൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞിരിക്കുന്നതിന് വലിയ പ്രാധാന്യമുണ്ട്. അത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. അതങ്ങനെ കാണുന്നില്ല. വെറുതെ എൻ്റെ നാമത്തിൽ എന്ന് പറയുന്ന ഒരു കേവലമായ ഒരു അർത്ഥത്തിലല്ല അതിനെ കാണേണ്ടതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ? വെറുതെ ഇങ്ങനെ എൻ്റെ നാമത്തിൽ കൂടി വരുന്ന എല്ലായിടത്തും കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? ഇന്ത്യയുടെ കർത്താവിന്റെ നാമത്തിൽ കൂടി വരുന്ന എത്ര കൂട്ടങ്ങളുണ്ട്, അല്ലെങ്കിൽ എത്ര സഭകളുണ്ട്? എവിടെയെല്ലാം ആയിരക്കണക്കിന്, അല്ലെങ്കിൽ 1000 അല്ല. ഒരാൾ പറഞ്ഞു ഒരു വാർഡിൽ തന്നെ, ഒരു പ്രദേശത്ത് തന്നെ 1000 സഭയുണ്ടെന്ന്. ബാംഗ്ലൂരിൽ ഒരു പ്രത്യേക ഏരിയയിൽ തന്നെ ഏതാണ്ട് 1000-ഓളം സഭയുണ്ടെന്ന്. എന്നുവെച്ചാൽ ഓരോ ചെറിയ ചെറിയ കൂടിവരകളെ കുറിച്ചാണ് ഇത് പറഞ്ഞത്. അപ്പം ഒന്നോർത്ത് നോക്കിയാൽ, അപ്പൊ അങ്ങനെ എവിടെയെങ്കിലും ഇങ്ങനെ കൂടി വരുന്ന ദൈവനാമത്തിൽ അല്ല കർത്താവിന് എൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞ് കർത്താവിന്റെ നാമത്തിൽ കൂടി വരുന്ന എല്ലാം സഭയെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അപ്പോൾ അവിടെ എന്തോ ഒരു പ്രത്യേകതയുണ്ട്. എൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞതിനൊരു ഗൗരവമുണ്ട്, അല്ലെങ്കിൽ വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ അതിന് പ്രാധാന്യമുണ്ട്. ഇത് കേവലമായിട്ടൊരു പറച്ചിലല്ല എൻ്റെ നാമത്തിൽ എന്ന് പറയുന്നത്. എൻ്റെ നാമത്തിൽ കൂടി വരുന്നു, ശരിയാണ്. എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും അവിടുത്തെ സാന്നിധ്യമുണ്ട്. അപ്പോൾ മറ്റു ചില വാക്യങ്ങളോട് അതിനോട് ചേർത്ത് നമ്മൾ ചിന്തിക്കണം. ഈ കർത്താവിന് പ്രാധാന്യം കൊടുക്കുകയും കർത്താവിന് 1-ാം സ്ഥാനം കൊടുക്കുകയും ചെയ്യണമെന്നുള്ളത് തന്നെ അതിനകത്ത് മനസ്സിലാകണ്ടേ? അല്ലാതെ വെറുതെ എൻ്റെ നാമത്തിൽ എന്ന് പറയുന്ന ഒരു അർത്ഥത്തിലല്ല. എൻ്റെ നാമത്തിൽ എന്ന് പറയുമ്പോൾ എൻ്റെ നാമത്തിൽ ഒരു വലിയ എന്തുണ്ട്? ഒരു വലിപ്പമുണ്ട്, ഒരു പ്രാധാന്യമുണ്ട്. എൻ്റെ നാമത്തിൽ എന്ന് പറയുമ്പോൾ, കർത്താവിന്റെ നാമത്തിൽ എന്ന് പറയുമ്പോൾ ആ കൂട്ടിവരവിന് എല്ലാം ഒന്നാണ്. ഒരേ ഒരു കാര്യമേ ഉള്ളൂ. അതെന്താണ്? ആ കൂടിവരവിന്റെ എല്ലാം ഒന്നേ ഉള്ളൂ. എന്താണ്? എൻ്റെ നാമത്തിൽ. എൻ്റെ നാമത്തിൽ എന്ന് പറയുന്നതിന്റെ അത് മനസ്സിലാക്കണം. അതായത് അവിടെ വലുതായിട്ടുള്ളത് എന്താണ്? യേശുവിന്റെ നാമം, അല്ലെങ്കിൽ യേശു മാത്രം വലുതായിരിക്കുന്ന, മറ്റൊന്നിനും ഒരു സ്ഥാനവും ഇല്ലാത്ത ഒന്നായിരിക്കണം. അതാണ്, അങ്ങനെയാണ് നമ്മളതിനെ കാണേണ്ടത്. അങ്ങനെ കാണുന്നില്ലെങ്കിൽ നമുക്ക് ഈ ഒരു വെറുതെ കേവലമായിട്ട് ഒരു കാണുന്നതാണെങ്കിൽ നമ്മൾ വെറുതെ കർത്താവിന്റെ നാമത്തിൽ കൂടി വരുന്നെന്ന് പറയുന്നതിനെ എല്ലാം നമുക്ക് ചർച്ച എന്നുള്ള രീതിയിൽ യഥാർത്ഥ സഭ എന്നുള്ളത് അംഗീകരിക്കേണ്ടി വരും. പക്ഷെ അതൊന്നും യഥാർത്ഥ സഭയല്ല എന്ന് നമുക്ക് അറിയുകയും ചെയ്യാം. അവിടെ ഒന്നും നടക്കുന്നത് ദൈവഹിത പ്രകാരമുള്ള കാര്യങ്ങളല്ല എന്ന് നമുക്കറിയാം. അപ്പോൾ അതല്ല കാര്യം. എൻ്റെ നാമത്തിൽ കൂടി വരുന്നു എന്നുള്ളതിന് വളരെ ഗൗരവത്തോടെ നമ്മൾ കാണണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു കാര്യം ഓർക്കണം. ഈ എൻ്റെ നാമത്തിൽ എന്ന് പറയുമ്പോൾ ദൈവത്തിന് എല്ലാ പ്രാധാന്യം കൊടുക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ദൈവത്തിന്റെ മുമ്പാകെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യണം? എന്ത് ചെയ്യണം? കൽപ്പനയുടെ പ്രമാണം എന്താണ്? കർത്താവ് പറഞ്ഞു, നിങ്ങളെ ഏറ്റവും അപ്പോൾ ചോദിക്കാം, എന്താണ് കർത്താവ്, ഞങ്ങൾ എന്ത് കൽപ്പന അനുസരിക്കണം, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ കർത്താവ് നമ്മളോട് എന്ത് പറയും? കർത്താവ് നമ്മളോട് എന്ത് പറയും? കർത്താവ് ഞങ്ങൾ കൽപ്പനകളെ അനുസരിക്കാം, എന്ത് ചെയ്യണം കർത്താവ്?
കർത്താവ് ഉടനെ പറയും മത്തായിയുടെ സുവിശേഷം ആ പറഞ്ഞ കാര്യം തന്നെ നമ്മളോട് പറയും. എന്താ? മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 37-40 വരെയുള്ള വാക്യങ്ങൾ കർത്താവ് യേശു ഉത്തരം പറഞ്ഞു. അത് തന്നെ നമ്മളോട് പറയുന്ന ഉത്തരം അതായിരിക്കും. യേശു ഉത്തരം പറഞ്ഞു. എന്തോ പറയും? വായിച്ചേ. ഇതാണ് ആ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും. അതെ. അത് കഴിഞ്ഞിട്ട് രണ്ടാമതായി ആൾക്കാരെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. അതോടുകൂടി ഒരു വാക്യം കൊണ്ട് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം, അല്ല 14-ാം അധ്യായം, അതിന്റെ 21-ഉം 23-ഉം വാക്യങ്ങൾ. പ്രിയമുള്ളവരെ, നമ്മൾ ആദ്യം പറഞ്ഞത് 2-3 പേർ എവിടെ കൂടിയാലും അവരുടെ മധ്യേ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞ എന്റെ നാമത്തിന് പ്രാധാന്യം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ എന്റെ നാമത്തിന് പ്രാധാന്യം കൊടുക്കുന്നവർ ആദ്യം തന്നെ അപ്പോൾ ഈ വചനം ഓർക്കണം. ഏത്? എന്നെ സ്നേഹിക്കുന്നവൻ എനിക്ക് പ്രാധാന്യം കൊടുക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിനെ സ്നേഹിക്കുന്നവർ, എന്നെ സ്നേഹിക്കുന്നവർ എന്റെ കൽപ്പനകളെ പ്രമാണിക്കും എന്ന് മാത്രമല്ല, അപ്പോൾ എന്റെ പിതാവും ഞാനും അവനോട് കൂടെ അപ്പോഴാണ് വന്ന് വാസം ചെയ്യുന്നതെന്നും കൂടെ മനസ്സിലാകുന്നു. അപ്പോഴാണ് നമുക്ക് പെട്ടെന്ന് കർത്താവിനോട് ചോദിക്കുക, കർത്താവ് എങ്ങനെയാണ് ഞങ്ങൾ കൽപ്പനകളെ അനുസരിക്കാം? അപ്പോൾ എന്താണ് കൽപ്പന എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് പറയും, നിന്നെ ദൈവമായ കർത്താവിനെ പൂർണ്ണാത്മാവോടും സ്നേഹിക്കണം, അതുപോലെ തന്നെ നിന്റെ കൂട്ടുകാരനെയും സ്നേഹിക്കണം. ഈ 2 കാര്യങ്ങൾ നോക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? ഇത് ഒന്നിനോടൊന്ന് ചേർന്ന് കിടക്കുന്നു, അല്ലെങ്കിൽ 2 ഇഴമിഴിഞ്ഞ് കിടക്കുന്നു. ഒരെണ്ണം അനുസരിക്കാതിരിക്കാൻ പറ്റുമോ? ഇത് അങ്ങനെ പറ്റുന്നതാണോ ഈ കൽപ്പന? ഏതെങ്കിലും ഈ 2 കാര്യത്തിൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രം അനുസരിക്കാൻ പറ്റുമോ? അങ്ങനെ ഏതെങ്കിലും കൽപ്പനയുണ്ടോ? സന്ദീപേ, അങ്ങനെ വേറെ ഏതെങ്കിലും ഉണ്ടോ കൽപ്പന? അങ്ങനെ ഇതുപോലെ ഒരെണ്ണം അനുസരിക്കണമെങ്കിൽ മറ്റേതും അനുസരിക്കണം. ഒന്നനുസരിച്ചാൽ മറ്റേത് ഓട്ടോമാറ്റിക്കായിട്ട്. അങ്ങനല്ലേ ഇത്? രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ ചേർന്ന് കിടക്കുന്നു. ഇതേപോലെ ഒരു കൽപ്പന വേറെ ഇതൊരു മർമ്മമാണ്, അല്ലെങ്കിൽ ഇതൊരു ദൈവഭക്തിയോട് ചേർന്ന് അല്ലെങ്കിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ മർമ്മമാണിത്. ഒന്നിനോടൊന്ന് ചേർന്ന് കിടക്കുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും കൽപ്പനകളെ അനുസരിക്കാതിരിക്കുകയും ചെയ്യാൻ പറ്റത്തില്ല. കൽപ്പനകളെ അനുസരിക്കുന്ന ഒരുവനാണെങ്കിൽ, ഞാൻ എല്ലാ കൽപ്പനകളെ അനുസരിക്കുന്നു എന്ന് പറയുന്നവൻ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നവനായിരിക്കും. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമുണ്ട്. സത്യസന്ധമായിട്ട് നമ്മൾ ഈ കാര്യത്തെ കാണുകയും പരിശോധിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത്? 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്താണ് കർത്താവിന്റെ സാന്നിധ്യം എന്നുള്ള ആ വാഗ്ദാന വചനത്തിന് മുമ്പാകെ നിന്നുകൊണ്ട് നമ്മളെ തന്നെ പരിശോധിക്കുമ്പോൾ, നമ്മൾ വാസ്തവത്തിൽ കർത്താവിന്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട് അവിടുത്തെ സ്നേഹിക്കുമ്പോൾ മാത്രമേ അവിടുത്തെ സാന്നിധ്യം നമുക്ക് ഉറപ്പാക്കാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കുമ്പോൾ, നമ്മൾ സത്യസന്ധരാണെങ്കിൽ നമ്മളൊരു കാര്യം തിരിച്ചറിയും. എന്ത്? നമുക്ക് സ്വയമായിട്ട് ഈ കൽപ്പനകളെ അനുസരിക്കാൻ കഴിയയില്ല. നമുക്കതിനുള്ളൊരു പ്രാപ്തിയില്ല. നമ്മളെ കൊണ്ട് അതിന് പറ്റത്തില്ല. നമ്മൾ തീർത്തും ബലഹീനരാണ് ഈ കാര്യത്തിൽ നിന്ന് മനസ്സിലാവുമോ? ഇന്നലെ ആ മെസ്സേജ് തന്നെ നമ്മൾ കേട്ടു. തീർത്തും ബലഹീനരും നിസ്സഹായരുമായ നിസ്സഹായരായി ദൈവത്തിൽ ആശ്രയിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൽ ആശ്രയിക്കുന്ന ആളുകളിലൂടെയാണ് ദൈവം സഭയെ പണിയുന്നത്. അപ്പോൾ നമ്മൾ ഈ വചനത്തിന്റെ മുമ്പാകെ നിന്നുകൊണ്ട് പരിശോധിക്കുമ്പോൾ നമുക്ക് തീർത്തും ബലഹീനരായിട്ട് നമുക്കൊന്നും കഴിയുന്നില്ല. നമുക്ക് ഈ കൽപ്പന എന്നുള്ളതേ പറഞ്ഞിട്ടുള്ളൂ. നിന്നെ സ്നേഹിക്കുക എന്നുള്ള അതിലെല്ലാം ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് കഴിയുന്നില്ല എന്ന് സത്യസന്ധതയോടെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, കൽപ്പനകളെ അനുസരിക്കുന്നത് എനിക്ക് പ്രാപ്തിയില്ല കർത്താവേ, എനിക്ക് സ്വയമായിട്ട് അതിന് കഴിയുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തുന്നതിനെ എന്താണ് നമ്മൾ വിളിക്കുന്നത്? ആത്മീയ ഭാഷ. ആത്മീയ ഭാഷ എന്താണ്? ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന വാക്യവും സന്ദീപിന് ഇപ്പൊ മനസ്സിലായിട്ടുണ്ട്. നുറുക്കം. അങ്ങനെയുള്ളതിനെ നമ്മൾ ആത്മീയ ഭാഷയിൽ വിളിക്കുന്നത് നുറുക്കം. ഈ അവസ്ഥ ഏതാ?
കഴിയുന്നില്ല കർത്താവേ, എനിക്കതിന് കഴിയത്തില്ല, ഈ കൽപ്പനകളെ അനുസരിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് പറയുന്ന അവസ്ഥ. അപ്പോൾ നമുക്ക് ആശ്വാസമുണ്ട്, നമുക്കൊരു വാഗ്ദാനമുണ്ട്. ആ അവസ്ഥയിൽ എത്തുന്നവരുടെ കൂടെയും കർത്താവ് പറഞ്ഞിരിക്കുന്നു. യെശയ്യാ പ്രവചനം 57 അതെല്ലാവർക്കും കാണാതെ അറിയാം. 57 15. അപ്പോൾ ഈ ബഹ്രീനതയോടുകൂടി ദൈവസേനയെ ആശ്രയിക്കുന്നവർക്ക് ഉറപ്പാണ് എന്താണ്, അവരുടെ കൂടെ ദൈവമുണ്ട്. അപ്പോൾ നമുക്ക് ഈ വാക്യങ്ങളെല്ലാം ചേർത്ത് എങ്ങനെ പറയാം യഥാർത്ഥ സഭ എന്താണ്, യഥാർത്ഥ സഭ എന്താണ്? നമുക്ക് ഈ വാക്യങ്ങളെല്ലാം ചേർത്ത് ഇങ്ങനെ പറയാം. എന്ത് പറയാം? യഥാർത്ഥ സഭ എന്ന് പറയുന്നത് 2-3 നൂർക്കപ്പെട്ട ആളുകൾ ഒരുമിച്ച് കൂടുന്നിടത്ത് ദൈവസാന്നിധ്യമുണ്ട്. അതാണ് ദൈവത്തിന്റെ സഭ, യഥാർത്ഥ ദൈവസഭ. 2-3 ആളുകളല്ല, 2-3 നൂർക്കപ്പെട്ട ആളുകൾ ഒരുമിച്ച് കൂടുന്നിടത്ത് ദൈവസാന്നിധ്യമുണ്ട്. അതുകൊണ്ട് അതാണ് യഥാർത്ഥ സഭ. 2-3 പോൽ കേവലമായിട്ട് എൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞ് കർത്താവിന്റെ നാമത്തിൽ കൂടി വന്നുകൊണ്ട് അവിടെ സഭ ഉണ്ടാകണമെന്നില്ല, സഭ ഉണ്ടാകുകയില്ല. ദൈവസാന്നിധ്യം ഉറപ്പാക്കുന്ന നുറുക്കം, ഹൃദയത്തിന്റെ നുറുക്കം, ആ നുറുക്കത്തോടുകൂടി ദൈവത്തിന്റെ ബലഹീനതയോടുകൂടി കർത്താവെ അവിടുത്തെ കൽപ്പനകളെ കാത്തിടുവാൻ എനിക്ക് പ്രാപ്തിയില്ല എന്നുള്ള തികഞ്ഞ ബോധ്യത്തോടെ നുറുക്കത്തോടെ വന്ന് കൂടി വരുന്നത്, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കൂടി വന്നിരിക്കുന്ന അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ അവരുടെ നടുവിൽ ദൈവ സാന്നിധ്യമുണ്ട്. അതാണ് യഥാർത്ഥ ദൈവത്തിന്റെ സ്വഭാവം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ പാൽക്കാലത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ പരിശോധിക്കേണ്ടത് എന്താണ്? അങ്ങനെ ദൈവസാന്നിധ്യം ഉണ്ടെങ്കിൽ, നമ്മൾ ഇന്നലെ കേട്ടു, ദൈവസാന്നിധ്യം ഉള്ളിടത്ത് ഉള്ള വേറൊരു തെളിവെന്താണ്? അവരുടെ ഇടയിൽ ദൈവമുണ്ടെന്നുള്ളത് കൊരിന്ത്യലേഖനത്തിലെ ഒരു വാക്യം നമ്മൾ കാണും. അവരുടെ ഇടയിലേക്ക് ആരെങ്കിലും കടന്നു വന്നാൽ അവർക്ക് ഉള്ളിലൊരു പാപബോധം ഉണ്ടാകുകയും അവർ ദൈവത്തെ വീണ്ടും നമസ്കരിക്കുകയും ചെയ്യുന്നതിൽ നിന്ന് വെളിവാകും ദൈവസാന്നിധ്യം ഇവിടെ ഉണ്ടെന്നുള്ളത്. അതാണ് നമുക്ക് ഒരു അടയാളവും. നമ്മൾ നോക്കേണ്ടത് അതും കൂടെയാണ്. അത് ആരാണ്? നുർക്കമുള്ളവരുടെ ഇടയിലേക്ക് ഒരാൾ വന്നാൽ സ്വാഭാവികമായിട്ട് അത് സംഭവിക്കും. അതങ്ങനെയാണ്, അതിന് മാറ്റമില്ല. കുറെ ആളുകൾ കൂടിയിരിക്കുന്നിടത്തോട്ട് ഒരാൾ വന്നുകൊണ്ട് കാര്യമില്ല. ആ കൂടി വന്നിരിക്കുന്നവരിൽ നുറുക്കമുള്ളവരാണെങ്കിൽ, ഭൂരിപക്ഷം പേരും നുറുക്കത്തോടുകൂടി വന്നിരിക്കുന്നവരാണെങ്കിൽ, ആവശ്യപോലെ ദൈവസേനയിൽ ഒരു നിലവിളിയോടുകൂടി കരച്ചിലോടുകൂടി വന്നിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ അവരുടെ മധ്യം വരുന്നവരുടെ ഇടയിൽ പാപബോധം ഉണ്ടാവും. പ്രിയമുള്ളവരെ, നമ്മൾ ആഗ്രഹിക്കുന്ന അങ്ങനെ ആയിരിക്കണം സഭ എന്നുള്ളതാണ്. അതാണ് എന്നുള്ളത് നമുക്ക് ഉറപ്പാക്കേണ്ടതുണ്ട്. ഇന്ന് നമ്മൾ രാവിലെ പരിശോധിക്കുമ്പോൾ ഒന്നാമത് നമ്മൾ പരിശോധിക്കേണ്ടത് ഇതാണ്: വാസ്തവമായിട്ട് നമ്മൾ നുറുക്കപ്പെട്ടവരായിട്ടാണോ ദൈവത്തിന് മുമ്പാകെ എപ്പോഴും ആയിരിക്കുന്നത്? നുറുങ്ങിയ ഹൃദയത്തോടുകൂടിയാണോ നമ്മൾ ദൈവം മുമ്പാകെ വരുന്നതെന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു പരിശോധന നമ്മൾ ഇന്ന് നടത്തേണ്ടത്. നമ്മൾ രക്ഷിക്കപ്പെട്ട സഭയോട് ചേർന്നു, എന്നാൽ സഭയിൽ നിലനിൽക്കണമെങ്കിൽ നമ്മൾ എപ്പോഴും ആ നുറുക്കത്തോടുകൂടി, ഹൃദയത്തിലൊരു ആത്മീയ ദാരിദ്ര്യത്തോടുകൂടി ദൈവസേനയിൽ എല്ലാ ദിവസവും വരുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഒന്നാമത്തെ പരിശോധന അതാണ്. മറ്റൊരു കാര്യം കൊണ്ട് നമുക്ക് നോക്കേണ്ടതുണ്ട് ഈ പ്രകാരം. വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നോക്കാം. സഭയായി നമ്മൾ വിളിച്ചിരിക്കുമ്പോൾ ഒരു യഥാർത്ഥ സഭ എപ്രകാരമായിരിക്കുന്നു എന്നുള്ളതാണല്ലോ നമ്മൾ പരിശോധിക്കുന്നത്. അത് ഒന്നാമത് പറഞ്ഞു, അത് യഥാർത്ഥ സഭ നുറുക്കമുള്ളവരുടെ ഒരു കൂട്ടമാണെന്ന് പറഞ്ഞു. അടുത്തതായി നമുക്ക് വേറൊരു വചനത്തിൽ നിന്ന് തന്നെ പറയാം. ഇങ്ങനെ വീണ്ടും ജനിച്ച ദൈവമക്കളായി തീർന്നവരെ കുറിച്ച് ദൈവം പറയുന്നത് നമുക്കറിയാം. നമ്മളെല്ലാം ഇന്നലെയും പറഞ്ഞു, നമ്മൾ പലതരം ആളുകളായിരുന്നു, പല സ്വഭാവക്കാരായിരുന്നു, പല ജാതി ആളുകളായിരുന്നു, പല ടെമ്പർമെന്റ് ഉള്ളവരായിരുന്നു, പല സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരായിരുന്നു, അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ട് സാമൂഹ്യപരമായിട്ട് പല തരത്തിലുള്ള ആളുകളായിരുന്നു. പക്ഷേ അവരെല്ലാവരും ഒരുമിച്ച് രക്ഷിക്കപ്പെട്ട ദൈവസഭയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വ്യത്യാസമില്ലാതെ അവർ ഒന്നായി തീരണം എന്നുള്ളതാണ്. ആ ഒന്നായി തീരുന്നതിനെ കുറിച്ച് ദൃഷ്ടാന്തമായിട്ട് ദൈവം പറയുന്ന ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. കൊരിന്ത്യലേഖനത്തിൽ തന്നെ 1 കൊരിന്ത്യർ 12-ാം അധ്യായം 1 കൊരിന്ത്യർ 12-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം. പല ജാതി ആളുകൾ, അതാ പറയുന്നത്. അതിന് ഉദാഹരണമാണ് ഈ ബൈബിളിൽ യഹൂദന്മാർ, യവനന്മാർ. അപ്പൊ നമ്മളിങ്ങനെയൊക്കെ ചിന്തിച്ചാൽ മതി. നമ്മുടെ ഇവിടുത്തെ പല ജാതികളെ കുറിച്ച് അങ്ങനെ ചിന്തിച്ചാൽ മതി. യഹൂദന്മാരോ യവനന്മാരോ അടിമകളോ സ്വതന്ത്രന്മാരോ ആരായിരുന്നാലും ഞാൻ വായിക്കട്ടെ എന്റെ ട്രാൻസ്ലേഷൻ. നാം യഹൂദന്മാരോ ഗ്രീക്കുകാരോ അടിമകളോ സ്വതന്ത്രരോ ആരായിരുന്നാലും ഒരേ ആത്മാവിനാൽ ഒരേ ശരീരത്തിലേക്ക് സ്നാനമേറ്റും ഒരേ ആത്മാവിനെ പാലനം ചെയ്തുമിരിക്കുന്നു. അപ്പോൾ അതിനകത്ത് നിന്ന് മനസ്സിലായത്, നമ്മളെ വീണ്ടും ജനിച്ച ദൈവമക്കളായി തീർന്നവർ
സഭയായി നമ്മൾ വിളിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ സഭ എന്താ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? സഭയെ ഒരു ദൃഷ്ടാന്തമായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു ശരീരമായി പറഞ്ഞിരിക്കുന്നു. അതിനോട് ചേർത്ത് തന്നെ അവിടെ ആ അധ്യായത്തിൽ തന്നെ ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കാം, രണ്ട് മൂന്ന് വാക്യങ്ങൾ വായിക്കാം. അതിന്റെ 27 വായിക്കാം. അടുത്തത് 27, 12:27. ആ സഭ, ആ ശരീരമായ സഭ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ സപ്പോസ് വിശദീകരിച്ചിരിക്കുന്നത് അത് ക്രിസ്തു തലയും നിങ്ങൾ ഓരോരുത്തരും വേറെ അവയവങ്ങളും ആകുന്നു. ഇനി 12-ാം വാക്യം വായിക്കാം. 12 ഇപ്പൊ നമ്മൾ വായിച്ചു തൊട്ടു. 12 പല അവയവങ്ങളെങ്കിലും ശരീരം ഒന്നാണ്, വിവിധ അവയവങ്ങൾ ചേർന്ന് ഒരു ശരീരമായിരിക്കുന്നു. ഇനിയും ഒരു വേദഭാഗം കൂടെ അതിനകത്തു നിന്ന് തന്നെ 12-ൽ തന്നെ 12-ാം അധ്യായത്തിൽ വളരെ വിശദമായിട്ട് കുറെ കാര്യങ്ങൾ അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്. 1 കൊരിന്ത്യർ അതിന്റെ 23 മുതൽ 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ കൂടെ വായിക്കാം. മതി. 26 വരെയല്ലേ വായിച്ച? 25, 26 അല്ലേ വായിച്ചത്? ഞാൻ എൻ്റെ ഇതിൽ വായിക്കാം. എൻ്റെ പേര് ശ്രദ്ധ കേട്ടോ. ശരീരത്തിൽ ഭിന്നിപ്പുണ്ടാകാതെ അവയവങ്ങൾ അന്യോന്യം കരുതുവാൻ തക്കവണ്ണം ദൈവം അവയെ സംയോജിപ്പിച്ച് മാന്യത കുറഞ്ഞവയ്ക്ക് മാന്യത വരുത്തിയിരിക്കുന്നു. ആകയാൽ ഒരവയവം കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ മറ്റുള്ളവയും അതിനോട് ഒപ്പം കഷ്ടം അനുഭവിക്കുന്നു. ഒന്ന് മാനിക്കപ്പെടുന്നുവെങ്കിൽ മറ്റെല്ലാം അതിനോടുകൂടെ സന്തോഷിക്കുന്നു. ഈ വാക്യങ്ങളെല്ലാം നമ്മൾ പലതവണ സഭയെ കേട്ടിട്ടുള്ളതാണ്. ഇതെല്ലാം പലതവണ നമ്മൾ വായിച്ചിട്ടുള്ളതുമാണ്. എല്ലാവർക്കും അറിയാൻ മേലാത്ത പുതിയ കാര്യമൊന്നുമല്ല നമ്മളിപ്പോൾ പറയാനുള്ളത്. വചനമൊന്നും പുതുതായിട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല. നമ്മൾ വർഷങ്ങളായിട്ട് കേട്ടോണ്ടിരിക്കുന്നതും വായിച്ചോണ്ടിരിക്കുന്നതും ഈ വേദപുസ്തകത്തിൽ നിന്ന് ഇന്ന് ദൈവാത്മാവ് വീണ്ടും ഒരു പുതിയ അനുഭവം പോലെ നമ്മളോട് കേൾപ്പിക്കുന്നു എന്നുള്ളത് ഓർക്കണം. അങ്ങനെ നമ്മൾ പരിശോധിക്കണം. അതാ ഇന്ന് നമ്മളിപ്പോൾ രണ്ടാമത്തെ ഒരു പരിശോധനയുടെ കാര്യം ഒന്നോർക്കപ്പെട്ടത് ഒന്നാമതെന്ന് പറഞ്ഞു. രണ്ടാമതായിട്ട് നമ്മൾ പരിശോധിക്കുന്നത് നമ്മളെ ഒരു വീണ്ടും ജനിച്ച ദൈവമക്കളെ ഒരു ശരീരമായി പണിതിരിക്കുന്നു എന്നുള്ള ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിക്കേണ്ടത് നമ്മളെ ഒരു ശരീരമായി പണിതിരിക്കുന്നു എന്നുള്ളതാണ്. ആ പണിതപ്പെട്ടിരിക്കുന്നുവെങ്കിൽ അവിടെ പറയുന്ന കാര്യങ്ങൾ എന്താണ്? ശരീരത്തിന്റെ അവയവങ്ങളെ കുറിച്ചുള്ള ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അത് എവിടെ ഉണ്ടാകണമെന്ന് ഒരു ക്രിസ്തു തലയും നമ്മളെല്ലാം അവയവങ്ങളുമാണ്. അതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നു. അത് നമ്മൾ വിശ്വസിക്കണം. അപ്പോൾ നമ്മളൊരു ശരീരം എന്ന് പറഞ്ഞാൽ നമ്മൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന അവയവങ്ങളാണ്. അപ്പോൾ അതിൽ തന്നെ അവയവങ്ങളെല്ലാം ഒരു ശരീരത്തിന്റെ ഒരു ശരീരം പോലെ ഒന്നായിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു 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 യൂണിറ്റി ഉണ്ട്, ഒരു ഐക്യതയുണ്ട്, ഒന്നായിരിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അതാണ് ശ്രദ്ധിക്കുന്നത്. ഇപ്പൊ ഏറ്റവും അവസാനം വായിച്ചത്, ഈ അവയവങ്ങൾ ഒന്നായിരിക്കുന്നു ശരീരത്തിന്റെ ഭാഗം എന്നുള്ള പോലെ പല അവയവങ്ങൾ ശരീരത്തിന്റെ ഭാഗമായി ഒന്നായിരിക്കുന്നത് കൊണ്ട് ഉണ്ടാകേണ്ട ഒരു പ്രത്യേകത എന്താണ്? ഒരു അവയവം ചെറുതാണെങ്കിലും വേറൊരു ശരീരം വലിയ ശുശ്രൂഷ ഉള്ള ആളായിരിക്കും. ഒന്ന് ശുശ്രൂഷ ഇല്ലെങ്കിലും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ മാന്യത, അങ്ങോട്ടും ഇങ്ങോട്ടും മാന്യത ഇല്ലാത്തതിന് മാന്യത കൊടുക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിച്ചും ഒരാൾക്ക് ക്ഷീണം വന്നാൽ മറ്റൊരാളെ താങ്ങിക്കൊണ്ട് അതിൽ സന്തോഷിക്കുന്നു. മറ്റൊരാൾക്ക് ഒരു ഉയർച്ച ഉണ്ടാകുമ്പോൾ അതിൽ സന്തോഷിക്കുന്നു, വീഴ്ച ഉണ്ടാകുമ്പോൾ സുഖിക്കുന്നു. അങ്ങനെ ചേർന്ന് വരുന്ന ഒന്നാണ് ശരീരത്തിലെ കാര്യം പറഞ്ഞിരിക്കുന്നത് അപ്പോസ്തലൻ. അങ്ങനെ ആയിരിക്കണം എന്ത് സഭ എന്നാണ് അതിൽ നിന്നും മനസ്സിലാക്കുന്നത്. നമ്മളിന്ന് പരിശോധിക്കേണ്ടത് അതാണ്. നമ്മളിപ്പോൾ പരിശോധിക്കേണ്ടത് അതാണ്. അത്തരത്തിൽ നമ്മളെ ദൈവം ഒന്നാക്കി തീർത്തിരിക്കുമ്പോൾ അത് നമ്മൾ അനുഭവിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ അനുഭവിക്കുന്നുവെങ്കിൽ നമുക്ക് വേറൊരു വേദഭാഗം നോക്കാം. അവിടെ കൽപ്പനകളായിട്ട് പറഞ്ഞിരിക്കുന്നതൊന്നും കേവലം കൽപ്പന ആയിരിക്കത്തില്ല. നമ്മൾ ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ നമ്മൾ ഒന്നായിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ സ്വഭാവമായി മാറണം. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഇടയിൽ അല്ലെങ്കിൽ സഭയെ നമ്മളെ വിളിച്ചിരിക്കുന്നത് നമ്മളെ ഒരു കൂട്ടമായിട്ട് നിർത്തുന്നതല്ല, നമ്മളൊരു ക്ലബ്ബ് പോലെയോ അല്ലെങ്കിൽ ഒരു കോൺഗ്രിഗേഷൻ പോലെയോ അല്ല. നമ്മളൊരു ചർച്ചാണ് എന്ന് പറയുമ്പോൾ, സഭയാണ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ശരീരം പോലെ ഒന്നായിരിക്കുന്നു എന്നുള്ളത് പ്രഖ്യാപിക്കപ്പെടുക വർത്താനത്തിലല്ല, വെറുതെ ഇങ്ങനെ പറച്ചിലിൽ പറയുകയല്ല. അതിന്റെ ഒരു അനുഭവം ഉണ്ടാകണം. ഒന്നായിരിക്കുന്നു എന്നുള്ളതിന്റെ എല്ലാ തരത്തിലുള്ള അനുഭവം ഉണ്ടാകണം. ഒരാളിലുണ്ടായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് എപ്പോഴും ഉണ്ടാകണം എന്നുള്ളതാണ്. അതിന്റെ കുറവ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പരിശോധിക്കുവാൻ ദൈവം അവസരം തരുന്നു. നമുക്കത് പരിശോധിച്ച് മാനസാന്തരപ്പെട്ട് ഒരിക്കൽ കൂടെ ശുദ്ധീകരണം പ്രാപിക്കാൻ വേണ്ടിയിട്ട് ദൈവം ഒരു അവസരം തരുന്നു. അല്ലെങ്കിൽ നമ്മളെ ഒന്നുകൂടെ അത് ഉണർത്തുന്നു നമ്മളോടൊന്ന് പരിശോധിക്കുവാൻ. അങ്ങനെ കണ്ടാൽ മതി നമുക്ക്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് കൽപ്പനകളെല്ലാം അനുസരിക്കുന്നവരാണെങ്കിൽ നമുക്ക് അത് പ്രഖ്യാപിക്കപ്പെടും. നമ്മൾ അങ്ങനെയാണ് നമുക്ക് ഉറപ്പാക്കാൻ പറ്റും. ഞാൻ ഒരു ഉദാഹരണത്തിന് ഇപ്പൊ FSC ലേഖനം എടുക്കുക. FSC ലേഖനത്തിൽ
എഫ് എസ് 4-ാം അധ്യായത്തിലെ യൂണിറ്റ് നമ്മൾ ഒന്നായിരിക്കുന്നതിനെ കുറിച്ച് പറയുന്ന ചില കൽപ്പനകൾ, നിങ്ങൾ ഇങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞ് വീണ്ടും ജനിച്ച നിയമങ്ങളോട് പറയുന്ന ചില കൽപ്പനയാണ്. പക്ഷെ ആ കൽപ്പന നമുക്ക് തിരിച്ചു പറയാൻ പറ്റും. നമുക്ക് കൽപ്പനയായിട്ടല്ല, നമുക്ക് ആണ് എന്നുള്ള രീതിയിൽ പറയണം. അതാണ് അതിന്റെ തെളിവ്. ഞാൻ ഇത് വായിക്കട്ടെ. എഫ് എസ് 4-ാം അധ്യായം അതിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. കർത്താവിന് വേണ്ടി തടവുകാരനായി തീർന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്കനുസരിച്ച് വിളിക്ക് യോഗ്യമായി ജീവിക്കുവിൻ. പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും സഹിഷ്ണുതയോടും കൂടി സ്നേഹത്തിൽ അന്യോന്യം ക്ഷമിക്കുവിൻ. ആത്മാവിലുള്ള ഐക്യം സമാധാന ബന്ധത്തിൽ നിലനിർത്തുവാൻ ജാഗ്രത കാണിക്കുവിൻ. ഇങ്ങനെ 3 കാര്യം കാണിക്കുവിൻ. ക്ഷമിപ്പീൻ, സ്നേഹത്തിൽ ക്ഷമിക്കുവിൻ, ജീവിക്കുവിൻ. ഇങ്ങനെ പറയുമ്പോൾ കൽപ്പനയാണ്. പക്ഷെ നമുക്കിനി എങ്ങനെ പറയാൻ പറ്റും? ഒരു ശരീരമായി പണിയപ്പെട്ട ആളുകളാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? നമ്മൾക്ക് പറയാൻ പറ്റും എന്താണ്? ഞങ്ങൾ വിളിച്ചവന്റെ വിളിക്കനുസരിച്ച് ജീവിക്കുന്നു. വിളിച്ചവന്റെ വിളിക്കനുസരിച്ച് ജീവിക്കുന്നു. ഞങ്ങൾ പൂർണ്ണ വിനയത്തോടും, ഗൗരവത്തോടെ ചിന്തിക്കണേ പറയുന്നത് എന്താണെന്ന്. ഞങ്ങൾ പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും സഹിഷ്ണുതയോടും കൂടി സ്നേഹത്തിൽ അന്യോന്യം ക്ഷമിക്കുന്നു. പറയണം. പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ നമ്മളൊരു ശരീരമാണെന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. എങ്ങനെയാണ്? ഒന്നുകൂടെ വായിച്ചത്. ഞങ്ങൾ പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും, ഞങ്ങളതും കൂടെ ചേർക്ക്. എന്തിനാ അങ്ങനെ പറഞ്ഞത്? നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, നമ്മൾ ശരീരമായി ഒന്നായിരിക്കുന്നു എന്ന് പറഞ്ഞേച്ചാണ് ഇത് പറയുന്നത്. അങ്ങനെ പറഞ്ഞേച്ച് ഇത് പറയുമ്പോൾ എങ്ങനെ പറയണം? ഞങ്ങൾ പൂർണ്ണ വിനയത്തോടും. അത് പറയാൻ പേടിയുണ്ടോ? ഞങ്ങളത് ചേർത്ത് വായിക്കാൻ ആർക്കെങ്കിലും ഭയമുണ്ടോ? ഇല്ലേ? ഭയം ഇല്ലെങ്കിൽ ധൈര്യത്തോടെ പറയണം. അത് അങ്ങനെ ആയിരിക്കണം നമ്മുടെ ജീവിതത്തിൽ, സത്യമായിരിക്കണം. എന്താ പറയുന്നത്? ഞങ്ങൾ പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ സ്നേഹത്തിൽ സ്നേഹത്തിൽ അന്യോന്യം ക്ഷമിക്കുകയും ചെയ്യുന്നു എന്ന് നമ്മൾ ഏറ്റു പറയണം. അതും അടുത്തതും കൂടെ പറ. ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയെന്ന് പറയുന്നത് നമ്മൾ ശ്രമിക്കുകയെന്ന് വേണ്ട, നമുക്ക് ശ്രമിക്കുകയല്ല, നമ്മൾക്കിപ്പോൾ ആയിരിക്കുന്നു എന്ന് പറയണം. ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ ഞങ്ങൾ കാക്കുന്നു, ജാഗ്രതയോടെ കാത്തിരിക്കുന്നു. ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ നിലനിർത്തുവാൻ ഞങ്ങൾ ജാഗ്രതയോടെ ഇരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയണം. പ്രിയമുള്ളവരെ, നമുക്ക് പരിശോധിക്കാം, സത്യസന്ധമായിട്ട് പരിശോധിക്കാം, നാം യഥാർത്ഥ സഭയുടെ ഭാഗമാണോ അല്ലയോ എന്നുള്ളത്. നമ്മളെ യഥാർത്ഥ സഭയുടെ ഭാഗമാകുവാനാണ് കർത്താവ് ഈ രക്ഷാപദ്ധതിയിലൂടെ നമ്മളെ വിളിച്ചത്, നമ്മളതിൽ പങ്കാളികളായത്, വിശ്വസിച്ച് ഏറ്റെടുത്തത്. എന്നാൽ നമ്മളെ ഏറ്റെടുത്ത് നമ്മൾ സഭയോട് ചേർത്തിരിക്കുമ്പോൾ നമ്മൾ ഇന്ന് യഥാർത്ഥ സഭയുടെ ഭാഗമായി തന്നെ നിലനിൽക്കുന്നു എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. ഒന്ന്, നമ്മളെപ്പോഴും ഹൃദയ നുറുക്കമുള്ളവരായിട്ട് തന്നെയാണോ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേജ് വന്നപ്പോൾ നമുക്ക് തൃപ്തരായി, എനിക്കൊന്നിനും കുറവില്ല, ഞാൻ സമ്പന്നൻ, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറയുന്ന ഒരു നുറുക്കമില്ലാത്ത അവസ്ഥയിലേക്ക്, ഹൃദയ കാഠിന്യത്തിലേക്ക് പോയോ? എന്നെ ആരും എനിക്ക് തിരുത്തേണ്ട ആവശ്യമില്ല, എനിക്കെല്ലാ കാര്യങ്ങളും അറിയാമെന്നുള്ള ഒരു ഉന്നത ചിന്തയിലേക്ക് പോയിട്ടുണ്ടോ? പരിശോധിക്കാം. സഭയിലാണ് ഇരിക്കുന്നത്, പക്ഷെ ഇങ്ങനെ ഒരു മനോഭാവത്തിലേക്ക് പോയെങ്കിൽ നമ്മുടെ നുറുക്കം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ യഥാർത്ഥ സഭയുടെ പുറത്തായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഉറപ്പാണ്. പരിശോധിക്കാം. ഇന്ന് രണ്ടാമത് നമ്മൾ പറഞ്ഞത്, നമ്മൾ യഥാർത്ഥ സഭയുടെ ഭാഗമാണെങ്കിൽ എത്ര പേർ സഭയുടെ ഭാഗമാണോ അവർ തമ്മിൽ ഒരു ശരീരത്തിന്റെ അവയവങ്ങൾ പോലെ ഒന്നായിരിക്കുമ്പോൾ അവിടെ അവർക്ക് തമ്മിൽ ഒരു വല്ലാത്ത ഐക്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വിശദീകരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അപ്പോസ്തലൻ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു ഉദാഹരണം കൊടുത്തിരിക്കുന്നത്. ഇതിനേക്കാൾ വലിയൊരു ഐക്യം പറയാനില്ല, അല്ലെ? ശരീരത്തിനെ പോലെ, അല്ലെ? സയൻസ് പറയുമ്പോഴത്തേക്ക്, അല്ലെ? ശരീരം പോലെ ഐക്യം വേറെ ഒരു സ്ഥലത്തിനും ഇല്ല, ഒരു കാര്യത്തിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരു ശരീരത്തിലെ ഒരു അവയവങ്ങൾ തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്, ഇവിടെ ഡോക്ടർമാരുള്ളവർക്ക് അവർക്കറിയാം, അല്ലെ? ശരീരത്തിന്റെ അവയവങ്ങൾ തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്ന പോലെ ഒരു ഐക്യം ലോകത്തിൽ ഒരു ദൃഷ്ടാന്തം പറയാനില്ല. അതാണ് ദൈവം നൽകിയിരിക്കുന്നത്. അതേപോലെയുള്ള ഒരു ഐക്യമാണ് നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ ഈ എഫെസ്യരിൽ വായിച്ച കൽപ്പനകളൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകണം. അങ്ങനെയാണോ? സ്നേഹത്തിൽ എപ്പോഴും ക്ഷമിക്കുന്ന സ്വഭാവം നമുക്കുണ്ടോ? പരിശോധിക്കാം. എപ്പോഴും വിളിച്ചവന്റെ വിളിക്ക് യോഗ്യമായിട്ടാണോ നമ്മൾ ജീവിക്കുന്നത്? പരിശോധിക്കാം. ആത്മാവിന്റെ ഐക്യത നമുക്കുണ്ടോ എന്നുള്ളത് പരിശോധിക്കാം. നിരാശപ്പെടണം. കാണുമ്പോൾ എന്തെങ്കിലും കുറവ് വന്നാലും ഇന്ന് നിരാശപ്പെടാനല്ല ദൈവാത്മാവ് കേൾപ്പിക്കുന്നത്. എന്താണ്? നമ്മൾ ഇന്നലെ ആ കാര്യം പറഞ്ഞു. പൂർണ്ണതയിലേക്ക് നമുക്ക് ആയാം, പൂർണ്ണത ലക്ഷ്യമാക്കി നമുക്ക് മുന്നോട്ട് പോകാം. അതിനെന്ത് ചെയ്യും? കേൾക്കുന്ന വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നമ്മളെ തന്നെ നിരന്തരം പരിശോധിക്കുകയും മാനസാന്തരത്തിന്റെ അനുഭവത്തിലൂടെ കഴുകലിലൂടെ നമ്മൾ വീണ്ടും യഥാസ്ഥാനപ്പെടുകയും ചെയ്യുമ്പോൾ അവിടെ ദൈവത്തിന്റെ വാഗ്ദാന വചനമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ പാവങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ, നമ്മുടെ കുറവുകളെ കണ്ടാൽ നമ്മൾ അത് ഏറ്റുപറയുന്നുവെങ്കിൽ
കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറി രക്തം സകല പാപങ്ങളെയും പോക്കി ശുദ്ധീകരിക്കാൻ മതിയായതായതുകൊണ്ട് നമുക്ക് അവിടെ ശുദ്ധീകരണമുണ്ട്. അതുകൊണ്ട് നമുക്ക് തികഞ്ഞവരാണെന്ന് ആരും വിചാരിക്കേണ്ട. നമ്മൾ തികഞ്ഞവരല്ല. നമ്മൾ ഇത് ഇതാണ് ദൈവത്തിന്റെ നിലവാരം, അല്ലെങ്കിൽ ദൈവം ഇതാണ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്നുള്ള കാണുമ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നമ്മളെ തന്നെ പരിശോധിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും നമ്മളെ തന്നെ കഴുകുവാനും നമ്മളെ തന്നെ മാനസാന്തരത്തിന്റെ അനുഭവത്തിലൂടെ പുതുക്കുവാനുമുള്ള ഒരു അനുഭവമാക്കി ഇതിനെ മാറ്റണം. ഈ ഒരു ശുശ്രൂഷ അതിനാണ് പ്രിയമുള്ളവരെ. അങ്ങനെ നമുക്ക് അതിനെ കാണാം, സത്യസന്ധമായിട്ട് നമുക്കൊരു പരിശോധന നടത്താം. എന്നാൽ കർത്താവ് പറഞ്ഞത് ഇതാണ്, നമ്മളെ വിളിച്ചിരിക്കുന്ന വിളി ഇതാണ്. നമ്മളെ യഥാർത്ഥ സഭയുടെ ഭാഗമാക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ യഥാർത്ഥ സഭ മൂർഖമുള്ളവരുടെ ഒരു കൂട്ടമാണ്. യഥാർത്ഥ സഭ ഒരു ശരീരം പോലെ ഒന്നായിരിക്കുന്നതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നമ്മളെ തന്നെ പരിശോധിച്ചുകൊണ്ട് യഥാർത്ഥ സഭയുടെ ഭാഗമാണ് ഞാനെന്ന് ഒരിക്കൽ കൂടെ ഇന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് അതിനു വേണ്ടി നമ്മളെ തന്നെ അനുഭവത്തിലേക്ക് കൊണ്ട് ആ മാനസാന്തര അനുഭവത്തോടെ ഒരിക്കൽ കൂടെ നമ്മൾ അതിലേക്ക് സമർപ്പിക്കുവാൻ ഒരു പരിശോധന നടത്തിക്കൊണ്ട് നമുക്ക് അതിലേക്ക് വരാം. ദൈവാത്മാവ് നമ്മളെ സഹായിക്കും. നമുക്ക് കർത്തവ്യ ശുശ്രൂഷയിലേക്ക് കിടക്കുന്ന സന്ദീപും കൂടെ 10 മിനിറ്റ് ഷെയർ ചെയ്തതിനു ശേഷം കർത്തവ്യ ശുശ്രൂഷയിലേക്ക് കിടക്കാം.